ഹലോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു ട്രെയിൻ യാത്രയ്ക്ക് പോകേണ്ട അത്ര വലിയ സന്തോഷവും ഭയങ്കര ഇതുള്ള യാത്രയല്ല, എന്നാൽ സന്തോഷമുണ്ട് താനും. അതേപോലെ ഉണ്ടോ, ഒരു 2-3 മാസം ആവാറായി ഞങ്ങളുടെ ലൈഫിലൊരു വലിയൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോണതാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അത്യാവശ്യം ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്സിഡൻറ്റ് ഞങ്ങൾക്ക് സംഭവിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ മിസ്സായിരുന്നു. അപ്പോൾ നീണ്ട 3 മാസത്തിന് ശേഷം ഞങ്ങളുടെ വണ്ടി എടുക്കാൻ പോകണതാണ് കേട്ടോ. അതിൻ്റെ സന്തോഷമുണ്ട്, പറയുമ്പോഴൊക്കെ സങ്കടമുണ്ടെന്ന് പറയണ പോലെയാണ്. കാരണം എന്താ പറയുക, എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് എന്നെ 2-3 വർഷമായിട്ടിരുന്ന ഒരാൾ പ്രാഗണ്ടായിരുന്നു. ഞാൻ പണ്ടാറടങ്ങിപ്പോട്ടെ എന്നുള്ള രീതിയിൽ. അത് ഒരു ദിവസം സംഭവിച്ചു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് വേറൊന്നും സംഭവിച്ചില്ല. പക്ഷെ നമ്മുടെ വണ്ടി അതുപോലെ പോയിരുന്നു പറഞ്ഞാൽ അതുപോലെ പോയിരുന്നു. സഹിക്കാൻ പറ്റാത്ത പോലെയായിരുന്നു. പിന്നെ എൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. അതൊക്കെ ഓൾമോസ്റ്റ് ഒരു ഇതായി, ഫുള്ളും തീർന്നിട്ടൊന്നുമില്ല. എന്നാലും ഞങ്ങളുടെ വണ്ടി കിട്ടി. അപ്പോൾ വണ്ടി കിട്ടിയതുകൊണ്ട് ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇങ്ങനത്തെ അനുഭവം ആർക്കും ഇല്ല. ഒരു അനുഭവം ആർക്കും വരാതിരിക്കട്ടെ. ഇത് വരുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ, ആർക്കും വരാതിരിക്കട്ടെ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാവരും പറയും, ഇപ്പോൾ പറയണവരെ അവിടെ നിന്ന് പറഞ്ഞോട്ടെ, അങ്ങനെ ചെയ്തോട്ടെ, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറയും. അത് ശരിയാണ്. പക്ഷേ ഇത് അനുഭവിക്കണവർക്കല്ലേ ആ ഒരു ഫീലിങ്സ് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. കുറേയൊക്കെ ഇതാണെങ്കിലും ഒരു 10 പ്രാവശ്യം ഒരു കാര്യം പറയും, ഒരു പ്രാവശ്യമൊക്കെ അത് ഇതെന്ന് വരുമല്ലോ. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന ആ ടൈമിൽ നടക്കുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളായിട്ട് അങ്ങനെ ഒരു കോണ്ടാക്റ്റിനോ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണോ അങ്ങനത്തെ ഇതൊന്നുമില്ലല്ലോ. കാരണം ഞങ്ങളിപ്പോൾ ഫുള്ള് ഇങ്ങോട്ട് മാറി. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളുടെ ഫാമിലി, ഫ്രണ്ട്സ്, കസിൻസ് എല്ലാവരുടെ അടുത്തായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ഇതിലായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പ്രശ്നം വന്നില്ല. അങ്ങനെയൊക്കെ പോകണം. അതുകൊണ്ടാണ് എനിക്ക് ഇന്നൊരാൾ ശപിച്ചതുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചത് എന്നൊക്കെ ഉള്ള ഒരിത് വന്നത്. കാരണം നിർത്തിയിട്ട വണ്ടിയിലേക്ക് ഓടിക്കേറി വരികയായിരുന്നു. അതല്ല ഇപ്പം നമുക്ക് നേർക്ക് നേരെ വരുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതുകൊണ്ട് വരുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതായിരുന്നു. ഇപ്പം അവരുടെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഇത് സംഭവിച്ചതുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് വണ്ടിയും കൂടെ കിട്ടിയത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇത്ര പെട്ടെന്നല്ല 3 മാസം എടുത്തു. എന്നാലും അതിനുള്ളിലെങ്കിലും കിട്ടിയത് അവരുടെ ഭാഗത്ത് ആയിരുന്നു തെറ്റെന്നും അവരുടെ ഭാഗത്തുള്ളൊരു ഇതുകൊണ്ടാണ് നമുക്കിത് കിട്ടിയത്. പക്ഷേ കേസും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് ഒരു സമാധാനം അടുത്തത് വരുള്ളൂ എന്നുള്ള പോലെയാണ്. അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഇനിയെങ്കിലും നമുക്ക് ആരെങ്കിലോട് എന്തെങ്കിലും വിരോധമോ വൈരാഗ്യം ഒന്നല്ലെങ്കിൽ പറഞ്ഞ് തീർക്കുക. അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ അവരോട് മിണ്ടാതിരിക്കുക, അവരുടെ ഭാഗത്തേക്ക് നോക്കാതിരിക്കുക. അല്ലാണ്ട് എന്തിനാണല്ലോ ഇങ്ങനെ ഒരാൾ നശിച്ചു പോട്ടേന്നോ അല്ലെങ്കിൽ ഒരാൾ പണ്ടാറടങ്ങി പോട്ടേന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുമ്പോൾ അതൊരു വിഷമം തന്നെയാണ്. അത് അനുഭവിച്ചേക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. അതൊരു വിഷമം തന്നെയാണ്.